അപ്പോൾ എല്ലാവർക്കും ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന്. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ യൂട്യൂബിൽ പിക്ചർ ആൻഡ് പിക്ചർ മോഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് കറൻ്റ് ഇപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ പിക്ചർ ആൻഡ് പിക്ചർ മോഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് നമുക്ക് സഫാരിയിലെ പിക്ചർ ആൻഡ് പിക്ചർ മോഡ് യൂട്യൂബ് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് 14.1 അപ്ഡേറ്റ് വന്നതോടുകൂടി സഫാരിയിലും ഇപ്പോൾ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് സഫാരിയിൽ ആ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത iOS 14 റിലീസായപ്പം ചെയ്ത ഒരു വീഡിയോ ആണ്. എങ്ങനെ ഐഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പിക്ചർ മോഡൊന്നും ആക്കാതെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് മുകളിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിക്ചർ മോഡ് ഐക്കൺ കിട്ടും. പക്ഷേ ഇവിടെ കാണുന്നത് നമുക്കത് തിരിച്ച് അതേ യൂട്യൂബിൻ്റെ അതേ പേജിലേക്ക് തന്നെ തിരിച്ച് വരുവാണ്. നമുക്ക് പിക്ചർ മോഡ് കറൻ്റ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു പിക്ചർ മോഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഹോം സ്ക്രീൻ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഹോം സ്ക്രീൻ. വളരെ മിനിമലായിട്ടുള്ള ഹോം സ്ക്രീനാണ്. ഒരേ ഒരു പേജ് മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഹോം സ്ക്രീനിൽ യൂസ് ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഫീച്ചർ ചെയ്ത അതേ വിഡ്ജറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനകത്ത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് 1-2 ആപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് വിഡ്ജറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ഒന്ന് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഡ്ജറ്റ് സെക്ഷൻ വരും. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ആപ്ലിക്കേഷൻ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീവ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. അതൊരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ പാനലിൽ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗെയിമാണിത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എക്സ്പാൻഡ് ടു പ്ലേ എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ സ്റ്റീവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഐക്കൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പാൻഡായി ഈ വിഡ്ജറ്റ് കിട്ടുന്നതാണ്. ഒരു ഡിനോസറിൻ്റെ ജമ്പിങ് ഗെയിമാണിത്. ജസ്റ്റ് നമുക്ക് ലോക്ക് സ്ക്രീനിലും കളിക്കാൻ പറ്റുന്നതാണ്. ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിലും ഇത് കളിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ക്ലോക്ക് എന്ന് പറയുന്നൊരു വിഡ്ജറ്റാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ആപ്പിളിൻ്റെ വിഡ്ജറ്റിൽ ആകെ 4 ടൈം സോൺസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന വിഡ്ജറ്റിൽ നമുക്ക് 5 ടൈം സോൺസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ 5 ടൈം സോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രിവാൻഡ്രം ഉണ്ട്, അബുദാബി ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, പിന്നെ ബാഴ്സലോണ ഉണ്ട്, ലണ്ടൻ ഉണ്ട്. മൊത്തം 5 ടൈം സോൺസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. 5-ൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതെല്ലാം ഈ 3 ആപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് സ്ക്രീനിലും യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് 3ഉം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അതേ ഐഫോണിൽ വരുന്ന സ്റ്റാൻഡേർഡ് നോട്ട്സ് ആപ്ലിക്കേഷൻ്റെ സെയിം ആണ്. പക്ഷേ നമുക്കത് ലോക്ക് സ്ക്രീനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ അൺലോക്ക് ചെയ്യാൻ 4 ഐക്കൺ അതിനകത്തുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതാണ്. നമുക്ക് എന്ത് നോട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഐഫോണിൻ്റെ നോട്ട്സ് ആപ്ലിക്കേഷൻ വരുന്ന കണക്ക് തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ കാണാം അവിടെ ഞാൻ ഈ ഒരു നോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നോട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പാസ്വേഡ് അടിച്ചെങ്കിൽ ഈ നോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണൊന്ന് ലോക്ക് ചെയ്തിട്ട് ലോക്ക് സ്ക്രീനിൽ നിന്ന് ഞാൻ ഈ ഒരു വിഡ്ജറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് റൈറ്റിലോട്ട് നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 വിഡ്ജറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷനിലും ഈ ഒരു ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് ആപ്ലിക്കേഷനും ലോക്ക് ചെയ്തിരിക്കുന്ന ഫോണിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നോട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ലോക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് സേവ് ആവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു നോട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പാസ്വേഡ് കൊടുത്തെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാണാൻ നമുക്ക് പാസ്വേഡ് കൊടുത്തെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഏകദേശം കുറച്ച് നാളുകൊണ്ട് കിട്ടിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ്. ഞാൻ അത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ യൂട്യൂബ് പിക്ചർ ആൻഡ് പിക്ചർ മോഡിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 2 ആപ്ലിക്കേഷനാണ് വേണ്ടുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റബിൾ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പിന്നെ വേണ്ടുന്ന ഷോർട്ട് കട്ട്സ് ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യാനുള്ള ഒരു എക്സ്റ്റൻഷനും ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഷോർട്ട് കട്ട്സ് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഷോർട്ട് കട്ട്സിൽ നിങ്ങൾ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് അൺട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഷോർട്ട് കട്ട്സ് സെലക്ട് ചെയ്യുക. ഷോർട്ട് കട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും മേലോ അൺട്രസ്റ്റഡ് ഷോർട്ട് കട്ട് എന്നുള്ളത്. അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ഒന്ന് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓണായി വരുന്നതായിരിക്കും. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടുന്നത് പിക്ചർ മോഡിൽ വർക്ക് ചെയ്യേണ്ട അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇപ്പം റീസെൻ്റ്ലി ചെയ്ത ടോപ്പ് 5
കൺസോൾ ക്വാളിറ്റി റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ഉള്ള ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള 5 ഗെയിംസിൻ്റെ റിവ്യൂ ആണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർക്ക് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പിക്ചർ മോഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നേരെ സ്ക്രോൾ ചെയ്തിട്ട് അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ് PIP എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിക്ചർ മോഡാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ക്രിപ്റ്റബിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ചെന്ന് നമ്മുടെ വീഡിയോ ലോഡാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ലോഡായിട്ടുണ്ട്. ഇപ്പം പിക്ചർ മോഡിലാണ് ഈ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഏത് ക്വാളിറ്റിയിൽ ഈ വീഡിയോ പ്ലേ ആവണമെന്നുള്ള ഓപ്ഷൻസ് കിട്ടും. പിന്നെ തൊട്ട് താഴെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ നമുക്ക് പിക്ചർ മോഡിൽ ഏത് സ്ക്രീനിൻ്റെ ഏത് പോർഷനിലും കൊണ്ടുവയ്ക്കാൻ പറ്റുന്നതാണ്. വേറെ ഏത് ആപ്ലിക്കേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ആപ്ലിക്കേഷൻ്റെ മേളിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ നമുക്ക് യൂട്യൂബ് പ്ലേ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നതായിരിക്കും. സീ യു.